ഹേ എവരിവൺ, ഞാനൊരു വീഡിയോ കണ്ടു, റാൻഡംലി കണ്ടതാണ്. അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി. ആ വീഡിയോ ഇതാണ്. നമുക്കതിന്ന് കാണാം. ഈ കഴിഞ്ഞ ദിവസം വാഴ 2 ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഒരു പോൺ സ്റ്റാർ, ജോണി സിംസ് എന്ന് പറയുന്ന ഒരു പോൺ സ്റ്റാറുമായിട്ട് ഒരു റെഫറൻസ് വരുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം വന്ന സമയത്ത് കുറേ ആളുകൾക്ക് മനസ്സിലായി, അവരത് ചിരിച്ചു, ചില ആളുകൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ പുരുഷ കേസുകൾ ഇടുന്ന പോസ്റ്റുകൾ നോക്കിയാൽ ചിലർ വീഡിയോ ആയിട്ടും പോസ്റ്റ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതായത് അവരുടെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇപ്പോൾ ആ കേസ് തന്നെയാണ്. പിന്നെ ചിലർ അനിയത്തിമാരുടെ കൂടെ പോയിരുന്ന സിനിമ കാണുന്നു. ഈ റെഫറൻസ് വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് ഇത് മനസ്സിലായില്ല, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇത് മനസ്സിലായില്ല, എൻ്റെ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ഭാഗ്യവാനാണ്. ഈ രീതിയിലാണ് പോസ്റ്റുകൾ പോകുന്നത്. സത്യസന്ധമായി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കൂടെ വന്ന പെൺകുട്ടിക്ക് ആ റെഫറൻസ് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾ അഭിമാനത്തോടുകൂടി കാണുന്ന ആളാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം പെൺകുട്ടിയായാൽ അവളുടെ സെക്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, അവൾ പോൺ ഫിലിം കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, അവൾക്ക് സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് വിവരം ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഏട്ടായി പറഞ്ഞു കൊടുക്കുമ്പോഴേ അവൾ അറിയാൻ പാടില്ല. കന്യാചർമ്മം പൊട്ടിയിട്ടില്ലാത്ത ആ വെർജിൻ ആയിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ആ ഈ വാഴ എന്ന് പറയുന്ന സിനിമ ഞാനും കണ്ടതാണ്. ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കണ്ടതാണ്. എല്ലാ സീനും അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഒരു നല്ല കിഡിലെ മൂവിയാണ്. പക്ഷേ ഈ ഒരു സീൻ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കും അത് മനസ്സിലായിട്ടില്ല എന്നല്ല, ആ ഒരു ടൈമിൽ എനിക്കത് സ്പാർക്കായിട്ടില്ല. ഇതാണ് സംഭവം എന്ന് എല്ലാവരും അതുവരെ എല്ലാവരുടെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ ഒരു സീൻ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ചിരിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതെന്താ സംഭവം എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരു സംഭവം അറിയാത്തവർ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു കുലസ്ത്രീ ആവണം എന്നോ അല്ലെങ്കിൽ ഈ സീനൊക്കെ അറിയുന്നവർക്ക് മാത്രമാണ് ഈ ഒരു സമൂഹത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റാവൂ എന്നോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്നവർക്ക് മാത്രമാണ് സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെയിലാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ അവരുടെ സെക്ഷൽ ഓർഗൻസ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവൂ എന്നൊന്നുമില്ല. ഇങ്ങനത്തെ വീഡിയോസൊന്നും കാണാത്തവരും ഈ പറഞ്ഞ ജോണി സിൻസിനെ അറിയാത്തവർക്കും ഇതൊക്കെ അറിയാം. ഇത് അറിഞ്ഞാൽ മാത്രമാണ് ഇന്നത്തെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമകളൊക്കെ ആസ്വദിക്കാൻ പറ്റുകയെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളെന്തോ പോങ്ങന്മാരായിരുന്നോ, ഇങ്ങനെ ഒന്നുമില്ല. ആരെയും ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണ് സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സാഹചര്യമൊന്നുമല്ല ഈ ഒരു ജനറേഷനിലും കാര്യത്തിലൊന്നും ഉള്ളത്. അല്ലാത്തവർക്കും സർവൈവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് വലിയ അയ്യോ നമുക്കൊന്നും അറിയില്ല അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരാളുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ആദ്യം കത്തിയൊരു സാധനമായിരുന്നു അത്. അയ്യോ എനിക്കിതൊന്നും അറിയില്ലേ, അപ്പം ഞാൻ ഈ യൂണിവേഴ്സ് അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ എനിക്ക് തോന്നി അത് എന്തുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതൊരു മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരാളുടെ വീഡിയോ, ഞാൻ കാണാറില്ല. അതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നോക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഗെത്താണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാറില്ല നോക്കാറില്ല എന്ന് പറയുന്നത് ഒരു ഗെത്താണ്. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, ദൈവമേ എനിക്കിത് കത്തിയില്ലല്ലോ, അപ്പം ഞാനും ആ പറയുന്ന ഒരു സേട്ടായിയുടെ കാന്താരി ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരാളാണോ എന്ന് ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി പിടിക്കണം. അവൾക്ക് സെക്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, അവൾ പോൺ ഫിലിം കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, അവൾക്ക് സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് വിവരം ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഏട്ടായി പറഞ്ഞു കൊടുക്കുമ്പോഴേ അവൾ അറിയാൻ പാടുള്ളൂ. കന്യാചർമ്മം പൊട്ടിയിട്ടില്ലാത്ത ആ വെർജിൻ ആയിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ആ ഊഷര സങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ ഈ ജന്നാൽഫ കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ നിന്ന് വരുന്ന വീഡിയോസിൽ കാണുന്നത്. ആ ഊഷര സങ്കല്പമുള്ള ഒരു ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പാർട്ട്ണർ ആവാൻ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെയും കിട്ടില്ല എന്നുള്ളത് മറ്റൊരു വലിയ സത്യമാണ്. എൻ്റെ പാർട്ട്ണറിന് ഇതൊന്നും അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സേട്ടായി പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ എൻ്റെ പാർട്ട്ണർ ഇത് അറിയാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നാൽ ഒരു പെൺകുട്ടിയും അതിന് സമ്മതിക്കില്ല. ഇങ്ങനത്തെ ഇത്രയും അതപ്പതിച്ച ഒരു ചിന്താഗതിയുള്ള ഒരാളെ ഈ കാലഘട്ടത്തിൽ കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ആ ഒരു പെൺകുട്ടി പറയൂ. സേട്ടായുടെ മുന്നിൽ ഞാൻ മോശക്കാരിയാവും, ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാലൊന്നും ഒരു പെൺകുട്ടിയും ചിന്തിക്കുകയില്ല. അങ്ങനെ നമ്മൾ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ചീത്തക്കാരിയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ പോയി പണി നോക്കുന്ന പറയാൻ കെൽപ്പുള്ള പെൺകുട്ടികളാണ് ഒരുവിധം എല്ലാ കുട്ടികളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി കുടിക്കണം. അവന് വേണ്ടത് അവന് ഉമ്മ കൊടുക്കുന്ന സമയത്ത് അയ്യോ ആരെങ്കിലും കണ്ടാലും ഉമ്മ കൊടുക്കുന്നത് പാപമല്ലേ എന്ന് പറയുന്ന, ഉമ്മ വെച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായി നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ കല്യാണത്തിന് ശേഷം മതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കണം, അവൻ ഇഷ്ടമുള്ളതുപോലെ, അവനാണ് ലോകം എന്ന് കരുതി. എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികൾ ഈ കാലത്ത് ഉണ്ടോ എന്ന് നമ്മളൊന്നും കൂടി ഒന്ന് മഷിയിട്ട് നോക്കേണ്ടി വരും. വളരെ ചുരുക്കം കേസസ് അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. അതായത് ഉമ്മ വെച്ചാൽ കുഞ്ഞുവാവ വരും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലം, അതൊക്കെ വെറും മിത്താണ്. അത് ഏത് കാലത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഒരു 18 വയസ്സിന് ശേഷം ഇപ്പുറം ഉണ്ടായിട്ടില്ല. അത് മനസ്സിലാക്കാൻ ഈ പോൺ മൂവീസ് കാണണമെന്നോ ജോണി സിൻസിനെ അറിയണമോ എന്നൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും. മര്യാദയ്ക്ക് ഒരു ബയോളജി ക്ലാസ്സിൽ നല്ലൊരു ബയോളജി ടീച്ചർ നമ്മളെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇനി അതും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കാലോട്ട് പോകുന്നതോറും നമുക്ക് ഏജ് ആവുന്നതോറും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നൊരറിവാണ്.
എനിക്ക് ഇങ്ങനത്തെ സെക്സ്വൽ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒന്നും കിട്ടിയത് ഒരു വീഡിയോ കണ്ടിട്ടോ ഒരാൾ പറഞ്ഞു തന്നിട്ടോ അല്ല. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനത്തെ തിങ്കിങ്ങിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് ബേബീസ് ഉണ്ടാകുന്നത്, അല്ലാണ്ട് ഉമ്മ വെച്ചിട്ടല്ല ബേബീസ് ഉണ്ടാകുന്നത്, അതിൻ്റെതായ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അതിന് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അത് രണ്ടാമതൊരാൾ നമുക്ക് പറഞ്ഞു തരണമെന്നോ ഒരു വീഡിയോ കാണണമെന്നോ എന്നൊന്നുമില്ല. നമുക്കത് നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു തിങ്കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബാക്കിയാണ്. അവനാണ് ലോകം എന്ന് കരുതി പേഴ്സണൽ ബൗണ്ടറീസ് ഇല്ലാത്ത, പേഴ്സണൽ തീരുമാനങ്ങളില്ലാത്ത, പേഴ്സണൽ ചോയ്സസ് ഇല്ലാത്ത ഒരു പെണ്ണിനെ ഉണ്ടാക്കിയെടുക്കാം. 2026 ഇങ്ങനെയുള്ള കാര്യങ്ങൾ യങ് ജനറേഷനെ കുറിച്ച് പറയേണ്ടി വരുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ കാലത്ത് നിലനിൽക്കുമോ എന്നുള്ളതാണ്. പേഴ്സണൽ ചോയ്സ് ഇല്ലാത്ത, തീരുമാനങ്ങളില്ലാത്ത ഒരു പെൺകുട്ടിയെ ഉണ്ടാക്കിയെടുത്ത് അവരെ മോൾഡ് ചെയ്ത് ഈ ആൺകുട്ടിയുടെ രീതിയിലേക്ക് ആക്കുക എന്നുള്ള രീതിയിലൊന്നും ഒരു പെൺകുട്ടിയും ഈ കാലത്ത് നിലനിൽക്കുന്നില്ല. റെയർ കേസിൽ 1-2 ഉണ്ടാവുമായിരിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇങ്ങനെ ആക്കണം എന്നൊരാൾ വന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയും എന്നെ അങ്ങനെ ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. ഞാൻ ജനിച്ച കാലത്തിനും ഒരുപാട് കാലം ഇപ്പുറത്തേക്ക് ജനിച്ചതാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ. അവരോട് ഇതൊന്നും ഒട്ടും പറയാൻ പോകാൻ പറ്റില്ല. റെയർ കേസുകൾ ഉണ്ടാവും, ഇല്ല എന്നല്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരും എന്നെ പോലെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു പാർട്ട്ണറെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലവറെ കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണം എന്ന് മാത്രമേ ചിന്തിക്കൂ. യാതൊരു തീരുമാനമില്ല, ചിന്താഗതികളില്ലാതെ, യാതൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ ലൈഫിൽ കൊണ്ടുവന്ന് അവരെ മോൾഡ് ചെയ്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷനാണോ ഈ കാലത്തുള്ളത്? അതായത് ന്യൂ ജനറേഷൻ കുട്ടികളും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതേ ഒരു വലിയ മണ്ടത്തരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ യങ് ജനറേഷനെ കുറിച്ച് പറയേണ്ടി വരുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള പെണ്ണിനെ കാണിച്ചിട്ട് ഇതാണ് പെണ്ണ്, ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ എന്ന് വിശ്വസിക്കുന്ന വേറൊരു സെറ്റ് ഓഫ് കശുമാങ്ങകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കശുമാങ്ങകൾ ഈ കാലഘട്ടത്തിലില്ല. കല്യാണ ബ്രോക്കറൊക്കെ ഇല്ലേ, അവരുടെ കാലത്തോടെ അത് അവസാനിച്ചു. അതായത് ഒരു പെൺകുട്ടിയെ കാട്ടിയിട്ട് ഇതാണ് പെണ്ണ്, ഇങ്ങനെ ആവണം പെണ്ണ് എന്ന് പറയുന്ന ഒരു ലെവല്, ആ ഒരു ചിന്ത കക്ഷത്തിൽ സഞ്ചി തൂക്കി നടക്കുന്ന കല്യാണ ബ്രോക്കർമാരുടെ കാലത്തോടെ അവസാനിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇങ്ങനെയായിരിക്കണം പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാണിനും ഇക്കാലത്ത് ഗേൾ ഫ്രണ്ടുമായിട്ട് ബെസ്റ്റ് ആയിട്ടിരിക്കാൻ പോലും ഒരു പെണ്ണിനെയും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചുരുക്കം ചില ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. അതായത് എനിക്ക് സ്വന്തമായ ആറ്റിറ്റ്യൂഡുകളൊന്നും വേണ്ട, എനിക്ക് എൻ്റെ സേട്ടായി പറഞ്ഞു തരുന്നത് പോലെ കേട്ടാൽ മതി, അതുപോലെ ഈ സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ സേട്ടായി പറഞ്ഞു തന്നാൽ മതി, ഇതൊന്നും എനിക്കറിയാമെങ്കിൽ പോലും ഞാനിത് അറിയുമെന്ന് പറയില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്നാലും ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയല്ല. പിന്നെ ഇതൊക്കെ അറിയാൻ ഈ പറഞ്ഞ വീഡിയോസോ കാര്യങ്ങളോ കാണണമോ എന്നൊന്നുമില്ല. നിങ്ങൾ ഈ സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊന്നും കത്തിയിട്ടില്ല, അയ്യോ ഞാൻ വെറും പോങ്ങനായോ അല്ലെ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു നിങ്ങൾ ചിന്തിക്കേ വേണ്ട. നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ് പെണ്ണൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് മനസ്സിലാവാത്ത ആൺകുട്ടികളും ഉണ്ട്. ഇതാണ് എനിക്ക് ഈ വീഡിയോ കുറിച്ച് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.